ഇന്ന് നമുക്ക് നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചീസ് പിസ്സ ഉണ്ടാക്കാം. ഇതിന് ഗാർലിക് ചീസ് ബ്രെഡ് എന്നും പറയും. നല്ല ടേസ്റ്റാണ്. ഇതുപോലെയുള്ള പിസ്സ ഇനി നമുക്ക് കടയിലൊന്നും പോയി വാങ്ങിക്കേണ്ട, വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വലിയവർക്കും പിള്ളേർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പിസ്സയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഒരു ബൗളിനകത്തേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂടാവരുത്, ചെറിയൊരു ചൂട് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇനി ഇത് നമുക്ക് ഉടനെ തന്നെ ഇതിനകത്തേക്ക് മൈദയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ നമുക്കിതൊരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം മൈദയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇങ്ങനെ ഈസ്റ്റ് നല്ലതുപോലെ പൊങ്ങി വന്ന് എന്ന് കണ്ടതിന് ശേഷം നമുക്ക് മൈദ വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഉടനെ തന്നെ മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോ ആണ്. ഈ ഒറിഗാനോയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ സീസണിങ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. ഇല്ല എങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ കുഴച്ചെടുക്കാം. നല്ല സ്റ്റിക്കി പരുവത്തിൽ തന്നെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുള്ളൂ. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനകത്തേക്ക് ശകലം ഓയിലൊന്ന് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ചേർക്കണ്ട, 1 ടീസ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തന്നെയാണ് നമുക്ക് കിട്ടുക. ഈ സ്റ്റിക്കി പരുവൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മുടെ കൈനകത്ത് പിടിച്ചിട്ടുള്ള മാവൊക്കെ ഇതിനകത്ത് തന്നെ യോജിച്ച് കിട്ടും കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ പൊങ്ങി വരും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ബട്ടറിൻ്റെ ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, അതായത് ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബട്ടറൊന്നും നിങ്ങൾ ഉടനെ തന്നെ എടുത്ത് ഇതുപോലെ ചെയ്തെടുക്കരുത്. കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആവണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാൽ ഇതുപോലെ ലൂസായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 10-12 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ശകലം ചേർക്കുക, എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അങ്ങനെ അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ടെടുക്കണം. ഞാൻ 2ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ സ്മൂത്താക്കിയതിന് ശേഷം കട്ട് ചെയ്യുക. ഞാൻ 2 പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് നമുക്ക് ശകലം പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് വലുതാക്കിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. റൗണ്ട് ഷേപ്പിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി പരത്തിയതിന് ശേഷം നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബട്ടറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയിലയും ബട്ടറും ഗാർലിക്കൊക്കെ ചേർത്തിട്ടുള്ള ഈ മിക്സ് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഒരുപോലെ വേണം ആവാൻ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മുടെ ഉണക്കമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഈ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഒക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചീസാണ് ചേർക്കുന്നത്. ഞാൻ മൊസറല്ല ചീസാണ് ചേർക്കുന്നത്. ഇത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം.
നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ചീസ്, കാരണം നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചീസൊക്കെ പിന്നെ ഒരുപാട് സൈഡിലോട്ടൊന്നും ആവാണ്ട് ഈ സെൻറ്ററിലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്. നമ്മൾ പൈയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതിൽ ഫോൾഡ് ചെയ്ത് അതേപോലെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ വശമുള്ള മാവ് നമുക്ക് താഴോട്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നാൽ നല്ല പോലെ അവിടെ സീലായിട്ട് നിന്നോളൂ. എന്നിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ കത്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ സ്റ്റിക്കി ആയിട്ട് നിൽക്കില്ല, ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ കട്ട് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബട്ടറിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുട്ടയല്ല ചേർക്കുന്നത്, ഈ ഗാർലിക്കിൻ്റെ ഈ പേസ്റ്റ് തന്നെയാണ് ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ചെയ്ത പോലെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചീസ് ചേർക്കണ്ട കേട്ടോ. ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതും നമുക്കിതുപോലെ പരത്തിയതിന് ശേഷം പിന്നെ ഗാർലിക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സൊക്കെ ചേർക്കുക. എന്നിട്ട് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ചീസ് മുഴുവൻ അങ്ങ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇത് താഴോട്ടാക്കിയിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അതവിടെ സ്റ്റിക്കി ആയിട്ട് നിന്നോളൂ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ കത്തി ഒന്ന് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്കിതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 2 പിന്നെ ഗാർലിക് ചീസ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ബട്ടറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബ്രെഡിൻ്റെ മുകളിൽ മുട്ടയുടെ മിക്സാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ ബട്ടറിൻ്റെ ഈ മിക്സ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ചേർത്തിട്ട് ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഈ സമയം ഞാൻ ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ പിസ്സ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്, നല്ല സോഫ്റ്റാണ്, നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ചൂടാണ്, കൈയൊക്കെ പൊള്ളുന്നുണ്ട്. എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാണ്. ഇതിൻ്റെ താഴ്ഭാഗം കണ്ടോ, നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് 4 മണിക്കോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇത് ഒരെണ്ണം മതി ഒരാൾക്ക് വയറ് നിറയാനായിട്ട്. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പിസ്സ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇതുപോലെയുള്ള റെസിപ്പിയുമായി വീണ്ടും വരാം.